നമസ്കാരം. NainaCreationsൽ ഇന്ന് എൻ്റെ ഒരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാ ദിവസത്തെയും പോലെ രാവിലെ എണീറ്റ് പല്ല് തേപ്പും കുളിയും കഴിഞ്ഞ് സ്വാമി റൂമിൽ വിളക്ക് വെച്ചതിന് ശേഷം അടുക്കളയിൽ കയറി നൂൽപുട്ടുണ്ടാക്കി. നൂൽപുട്ടിന് തക്കാളി കറിയാണ് ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂണ് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് സവാള നീളന് അരിഞ്ഞത്, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു സോഫ്റ്റായി വന്നാൽ മതി. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്ത് വഴന്ന് മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ കറി റെഡിയായി കിട്ടും. ഇനി ചോറിനുള്ള കറിക്ക് വേണ്ടിയിട്ട് പരിപ്പ് തക്കാളി കറിയാണ് വെക്കുന്നത്. അതിന് പരിപ്പും തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് വിസിൽ വരുമ്പോൾ വെള്ളം പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. കുറച്ച് തേങ്ങയും ഒരു അരമുറി തേങ്ങയും 2 നുള്ളി ജീരകവും കൂടി അരച്ചെടുക്കാം. ഇനി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് മൊരിയൊക്കെ ചിരണ്ടി കഴുകി ഇതേപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇങ്ങനെ ഈ പാത്രത്തിലിട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമുക്കിത് പൊടിയായിട്ട് അരിഞ്ഞു കിട്ടും. അപ്പം നമ്മൾ കുറച്ച് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിക്കോട്ടെ എന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം വലിച്ചതിന് ശേഷം നമുക്കത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി എടുക്കാനാണ്. അപ്പോൾ വീണ്ടും അടച്ചു വെച്ചിട്ട് 2-3 പ്രാവശ്യം കൂടി ഇതേപോലെ വലിച്ചു കഴിയുമ്പോൾ നല്ല കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഗ്രേറ്റ് ചെയ്യണതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യണതാണ്. അപ്പോൾ എനിക്കിത് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാ പരിപ്പ് വെന്തു, തക്കാളിയൊക്കെ വെന്തു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും കൂടി അരച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും അരച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് കൂടുതലായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ തിള വന്നതിന് ശേഷം കടുക്, മുളക്, ഉലുവ, കരിവേപ്പിൻ്റെ ഇലയൊക്കെ കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് കഴിയുമ്പോൾ കറി റെഡിയായി. എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത്. ഇപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയും പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടെ നമ്മൾ ചേർത്തു. ഇനി എണ്ണ ചൂടാകുമ്പോൾ കടുക്, 1 നുള്ളി ഉലുവ, വറ്റൽമുളക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് ഗസ്റ്റൊന്നും അങ്ങനെ വരില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പെട്ടെന്നുള്ള കറികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വരാറില്ല. ഗസ്റ്റ് എങ്ങാനും വരികയാണെങ്കിൽ ഇതേപോലെ ഒരു കറി ഉണ്ടാക്കി പപ്പടവും മുട്ടയും കൊണ്ടാട്ടമൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഭക്ഷണം റെഡി. ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, വറ്റൽമുളക് ഒരു 3-4 ഇടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിലേക്ക് മുളക് പൊടി ചേർക്കണില്ല. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളക് കൂടുതൽ ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ മുളക് പൊടി ഇടുകയാണെങ്കിൽ വറ്റൽമുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കണുള്ളൂ. മഞ്ഞൾപ്പൊടി എണ്ണ ചൂടായി കിടക്കണ എണ്ണയായ കാരണം മഞ്ഞൾപ്പൊടി പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്തിട്ട്, തേങ്ങ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. തേങ്ങ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ക്യാരറ്റിന് അധികം വേവൊന്നുമില്ല. അത് നമ്മൾ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്ന സാധനമല്ലേ. അത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് വെന്തിട്ടുണ്ടാവും. പിന്നെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവിക്കണത്. അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇനി കരിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കിലേക്കുള്ള ഉപ്പേരിയും കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. ഇനി എളുപ്പത്തിലൊരു റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പിന്നെ ജാതിപത്രി എല്ലാം ഇട്ടിട്ടുണ്ട്. കരയാമ്പൂവ് ഞാൻ ഇതിലിട്ടിട്ടില്ല. എൻ്റെ കരയാമ്പൂവ് തീർന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇത് മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നീളനെ അരിഞ്ഞിട്ടുള്ള സവാള ചേർത്തിട്ട് സവാള ഒന്ന് സോഫ്റ്റ് ആവണ വരെ വഴറ്റി കൊടുക്കാം.
മോനും മരുമോളും IT-കാരായതുകൊണ്ട് അവരിപ്പോൾ 1 വർഷമായിട്ട് നാട്ടിലുണ്ട്. വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതിയല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ബേ ലീവ്സും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം ഇത് 1 മിനിറ്റ് നേരം വഴറ്റിയാൽ മതി. അതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ ക്യാരറ്റും ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അതിന് ശേഷം ഇതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 ഗ്ലാസ് അരിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ 1 ഗ്ലാസ് അരി ചേർത്താൽ 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി റൈസാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം ഇതിലേക്ക് പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കാൻ പോകുന്നത്. വെള്ളം ചൂടാക്കിയിട്ടൊന്നുമല്ല ഒഴിക്കണത്. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് 1 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പോൾ 1 വിസിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് പ്രഷറൊക്കെ പോയതിന് ശേഷം വെയിറ്റ് മാറ്റിയിട്ട് ചോറ് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. തൈരും അച്ചാറും ഉണ്ടായി കഴിഞ്ഞാൽ പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഗസ്റ്റിന് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. നെയ്യിലുണ്ടാക്കിയതുകൊണ്ട് നല്ല മണവും നല്ല ടേസ്റ്റൊക്കെയുള്ള അടിപൊളി റൈസ് റെഡിയായി. അരിപ്പൊടി കഴിഞ്ഞു. അപ്പോൾ ഇത്തിരി അരി പൊടിച്ച് വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒഴിവായതുകൊണ്ട് മോനും മരുമോളും പേരക്കുട്ടിയും കൂടിയിട്ടാണ് അരി പൊടിക്കലും അരിക്കലും വറക്കലൊക്കെ ചെയ്യണത്. അപ്പോൾ ഇന്ന് എന്നെ സഹായിക്കാൻ ഇറങ്ങിയൊക്കെയാണ് എല്ലാവരും കൂടിയിട്ട്. ഇന്ന് മോളൊക്കും ക്ലാസ്സില്ല. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ മോനാണ് അരിപ്പൊടി വറക്കണത്. സാധാരണ അരി പുറത്ത് പൊടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വറുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ കൊറോണ കാലം ആയതുകൊണ്ടാണ് മിക്സിയിൽ തന്നെ പൊടിച്ചിട്ട് വറക്കണത്. ഇപ്പോൾ പകുതി പൊടിയേ വറുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി പകുതി പൊടിയും കൂടി വറുക്കാനുണ്ട്. ഇവരൊക്കെ ഉള്ളത് കാരണം കുറച്ച് കൂടുതൽ തന്നെ പൊടിച്ച് വറുത്ത് വയ്ക്കുകയാണ്. അയ്യോ, എല്ലാവരും കൂടി സഹായിക്കാൻ വന്നിട്ട് ഇപ്പോൾ എനിക്ക് ഇരട്ടി പണിയായി. ഇതിപ്പോൾ ഒഴിവ് ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ഇവരെല്ലാവരും അടുക്കളയിൽ, അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പച്ച അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ചക്ക വരട്ടിയതും കൂടെ ചേർക്കാം. 1 ഗ്ലാസ് ചക്ക വരട്ടിയത് ചേർക്കാം. ചക്ക വരട്ടിയതില്ല എന്നുണ്ടെങ്കിൽ പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർത്താലും മതിയാവും. ഇനി ഇതിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം എനിക്കിപ്പോൾ ഇതിലേക്ക് പാകത്തിന് ആവശ്യത്തിനുള്ള മധുരമുണ്ട്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കരപ്പാനി ചേർത്തിട്ട് കുഴച്ച് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ ജീരകം, ചുക്ക്, ഏലക്ക പൊടിച്ചത്. ഇപ്പോൾ ചുക്കും ജീരകത്തിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി മാത്രം ചേർത്താലും മതിയാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഈ മാവിന് ചപ്പാത്തി മാവിനേക്കാളും ലൂസായിട്ടിരിക്കണം. ഇനി നമുക്ക് ഇല ഇതേപോലെ ഈ കട്ടിയുള്ള ഭാഗമൊക്കെ കീറിക്കളഞ്ഞതിന് ശേഷം ഇത് സ്റ്റൗവിലൊന്ന് കാണിച്ചിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ നല്ല വെയിലുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് ഇട്ടിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ കീറി എടുത്താലും മതിയാവും. ഇപ്പോൾ ഇലയൊക്കെ ഞാൻ ഇതേപോലെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇതേപോലെ വാട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് വെച്ചിട്ട് പൊതിയണ സമയത്ത് ഇല കീറിപ്പോവും. അപ്പോൾ അങ്ങനെ കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാട്ടിയെടുക്കുന്നത്. ഇനി ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. നാളികേരം വേണമെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ പച്ച തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എൻ്റെ മരുമോള് ചക്ക പൊതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒഴിവ് ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ ഇവർ സഹായിക്കാനൊക്കെ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇടയിൽ ജോലി ചെയ്യണതിൻ്റെ ഇടയിൽ കുറച്ച് സമയമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും വന്നിട്ട് തന്നെ സഹായിക്കാറുണ്ട്. ഇനി ഇത് ഇലയിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ മടക്കി ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കട്ടിയിൽ പരത്തരുത്. കാരണം കുറച്ച് പരത്തി കഴിഞ്ഞാൽ ഇത് വേഗം വെന്ത് കിട്ടുള്ളൂ. ഇനി ഒരു 15 മിനിറ്റ് നേരം വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് ഇപ്പോൾ ഇത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൂടൊക്കെ ആറി. ഇപ്പോൾ നമുക്കിത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട്
ഇതിങ്ങനെ നമ്മൾ ഇലയിൽ നിന്ന് എടുക്കണ സമയത്ത് ഇലയിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇലയിൽ. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇതാ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലേക്ക് ഗോതമ്പ് ദോശ, ഇഡ്ഡലി, പിന്നെ തേങ്ങ, മുളക് ചുട്ടതും, ഉള്ളിയും പുളിയും ഇഞ്ചിയൊക്കെ കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു ചമ്മന്തി, പിന്നെ പൊടി, പിന്നെ കട്ടൻ കാപ്പി. ഇതാണ് ഇന്നത്തെ രാത്രിയിലത്തെ മെനു. രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഹാളിൽ ഒരു 11 മണി വരെ ഇങ്ങനെ സംസാരിച്ച് ടി വി കണ്ടും കളിച്ചിട്ടൊക്കെ അങ്ങനെ ഇരിക്കും. मेरे घर का रंग सफेद है, मेरा घर सफेद रंग का है। मेरा घर सफेद रंग का है, रंग वाला पहने। There are 4 rooms in my house. Garden near my house. Garden. This is my room. ये मेरे कमरा है। मेरे मेरा पढ़े मेरा। ये मेरा कमरा है। यह मेरा कमरा है. My room is blue. मेरा कमरे कमरा नीला नीले नीले रंग का है। Very good. Are my toys. ये मेरे ಇದು ನನ್ನ ಆಟಿಕೆ ಅಲ್ಲ, ये मेरे ಆಟಿಕೆ ಅಲ್ಲ, ಖಿಲೌನಾ. ಇದುಗಳು ಅಲ್ಲ, അപ്പൊ മൊത്തം പറയൂ. ये मेरे खिलौना है, खिलौने हैं। Very good. ये मेरे खिलौने हैं. सबको लिखो पेट कर. These are my books. ये मेरे पुस्तक है। पुस्तकें हैं, अल्लाह. किताबें हैं। मतलब किताबें हैं. पुस्तक എന്താ പറയാ? किताबें हैं. मराठी अंदर ही माझी पुस्तके आहेत. ये माझी पुस्तकें आखिर ये मेरी किताबें हैं. I like my room very much. ನನಗೆ ನನ್ನ ಕೋಣೆ ತುಂಬಾ ಇಷ್ಟ. आगे मेरे मुझे मेरा कमरा बहुत पसंद है। very good. ನಾನು ಗಾಡಿ ದೇವನೇ ಇದನ್ನೆಲ್ಲ ശ്രദ്ധിച്ചൊക്കെ വാസി. ये This is my family. परिवार. ये मेरे परिवार ये मेरा परिवार है। ये मेरा ये परिवार मेरा परिवार ये है. मेरा परिवार है। परिवार मेरा परिवार है। ये है मेरा मेरे പറയണ്ട ये हाँ. This is my mother and my father. ये मेरी किताबें हैं। This is my mother and father. ये मेरा तंजा एंड तल्ला है। अच्छा अच्छी है। माता पिता. है। എന്താ ആദ്യം പറ. ये मेरे माता पिता मेरे है। मोदन मनानी मेरे बुलानी। This is my grandfather and grandmother. ये मेरे अच्छा दादी दादा है। जी है. जी है। अब सारे पापा जी बनो। दादाजी दादा ശരി ദാദാജി ദാദി ജിയാണ്. ഓക്കേ. ദാദി അമ്മ ദാദാ. പഠിക്കുമ്പോൾ മാത്രം मैं
दादाजी और दादी है। दादाजी ना പറഞ്ഞിട്ടാ കേട്ടേക്കണേ. This is my younger sister. ये मेरी छोटी बहन है। ये मेरी बहन है यार। ഞാൻ കൈको ये मेरी കണ്ടിട്ടുണ്ട്. बहन है। हम सब एक साथ हम सब साथ साथ रहते हैं। हम सब एक साथ रहते हैं। हम सब एक साथ रहते हैं. നമ്മൾ നേരത്തെ ഒരു കാലത്തിൽ പോയില്ലേ मतलब अंदर में नावो ನಾವು ಒಟ್ಟಿಗೆ ವಾಸಿಸುತ್ತೇವೆ. എല്ലാരും ಒಟ್ಟಿಗೆ പിന്നെ എന്താ ഒട്ടിಗೆ പറഞ്ഞോളൂ മീനിങ് അതിനകത്തോട് ചിന്തമാണ് ഞങ്ങളോട് കുറിക്കാൻ കാച്ചിട്ട് അതിനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. This is my school. ये मेरा शाला है. ये मेरा पाठशाला है। हमारा डाली स्कूल दे मेरा स्कूल स्कूल आगे हिंदी ये मेरा स्कूल है। आगे इंग्लिश है चले अल्लाह स्कूल या नन्ना मेरा मेरे पाठशाला का मेरे मेरे स्कूल का नाम विद्या मंदिर है. This is my classroom. മോൾക്ക് ട്രൈലിംഗൽ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. അത് ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ മൂന്നും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ അമ്മ ചോദിക്കും. അച്ഛനും മോളും ആരാണ് ആദ്യം ആൻസർ പറയണമെന്നുള്ള ഒരു കളി കൂടെയാണ് ഇവിടെ പഠിപ്പ് നടക്കുന്നത്. അപ്പോൾ കളിക്കാവുമ്പോൾ കുട്ടിക്ക് സന്തോഷമായിട്ട് അത് പഠിക്കലും ഒരുമിച്ച് നടക്കും. കളിയും പഠിക്കലും ഒരുമിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.